بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وآله وصحبه أجمعين وبعد. നമ്മൾ ഇന്നു മുതൽ ബിഇദ്നില്ലാ സൂറത്തു യാസീൻ അതാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ അവൻ്റെ വിശുദ്ധ ഖുർആൻ യഥാവിധം പഠിക്കാനുള്ള ഭാഗ്യം നൽകി നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠനത്താലുള്ള പുണ്യം നമ്മളിൽ അരുളുമാറാവട്ടെ. അല്ലാഹു നമ്മളെ പ്രീതിപ്പെടുമാറാവട്ടെ. ഈ ഒരു വേദി അല്ലാഹു അത്യുന്നതങ്ങളിൽ പ്രശംസിക്കുകയും പ്രശംസനീയമായി മലക്കുകളോട് അനുസ്മരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഞാനിവിടെ തുടക്കത്തിൽ നമ്മൾ ഈ പഠനത്തിൻ്റെ പ്രാധാന്യം, വിശിഷ്യ ദീനി പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു ചരിത്രത്തിലൂടെ അതിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചു. എന്നാൽ നമ്മൾ ഈ പഠനത്തിനുള്ള ഈ പ്രചോദനം, പ്രമാണങ്ങളുടെ തേട്ടം അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിയാൻ, വേദികളെ പങ്കിടാനുള്ള ഒരു ത്വരയും താല്പര്യവും ഉണ്ടാവുക, നമുക്ക് ഒരു ആത്മാർത്ഥതയും ആവേശം ഉണ്ടാവുക. ഞാനിവിടെ എഴുതിയത് താബിഈങ്ങളിൽ 10 പ്രമുഖരെയാണ്. താബിഈങ്ങളിൽ 10 പ്രമുഖരെയാണ് ഇവിടെ എഴുതിയത്. ഇവർ എല്ലാവരും വിശുദ്ധ ഖുർആൻ മനപ്പാടാക്കിയവരാണ്. ഇവരിൽ പലരും പ്രമുഖരായ താബിഈങ്ങളാണ്. ചിലർ അത്ര തന്നെ താബിഈങ്ങളിൽ പണ്ഡിതരായിട്ട് ശ്രേഷ്ഠർ, പ്രസിദ്ധരല്ല, റിവായത്തുകൾ കൊണ്ടും മറ്റും. പക്ഷേ എല്ലാവരും താബിഈങ്ങളിൽ എണ്ണപ്പെടുന്ന, സ്മരിക്കപ്പെടുന്ന മഹത്തുക്കളാണ്. ഈ 10 പേർ ഇസ്ഹാഖ്, ഇസ്മായിൽ, യാക്കൂബ്, അംർ, ഉമൈർ, ഉമർ, സെയ്ദ്, ഹഫ്സ്, അൽ ഖാസിം, അബ്ദുള്ള. മക്കൾ ക്രമത്തിലല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. ഇവരൊക്കെ ഉപ്പ അബ്ദുള്ളയാണ്. ഈ അബ്ദുള്ള സഹാബിയാണ്. അബ്ദുള്ള എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയുടെ ജവാബാണ് ഈ അബ്ദുള്ള. അതുകൊണ്ട് തന്നെ നമ്മൾ താബിഈങ്ങളുടെ ഇവരുടെ പേര് വായിക്കുമ്പോൾ ഇസ്ഹാഖ് ഇബ്നു അബ്ദില്ല ഇബ്നു അബി തൽഹ, ഇസ്മായിൽ ഇബ്നു അബ്ദില്ല ഇബ്നു അബി തൽഹ, യാക്കൂബ് ഇബ്നു അബ്ദില്ല ഇബ്നു അബി തൽഹ, ഇങ്ങനെയാണ് വായിക്കുക. ഈ ഹാഫിദീങ്ങളായ പണ്ഡിതരായ 10 ആൺമക്കൾ നൽകപ്പെട്ട ഈ അബ്ദുള്ള അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികളുടെ മകനാണ്. ഉമ്മു സുലൈം അവരുടെ പേര് റുമൈസ അല്ലെങ്കിൽ റുമൈസ, രണ്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വർഗത്തിൽ പ്രവേശിച്ച രംഗം കാണുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖശഫ കേട്ടു എന്നാണ്. ഖശഫ എന്ന് പറഞ്ഞാൽ ഒരു കാലടി ശബ്ദം. അപ്പോൾ മൻ ഹാദിഹി എന്ന് ചോദിച്ചപ്പോൾ ഹാദിഹി അൽ റുമൈസ അല്ലെങ്കിൽ ഹാദിഹി ഉമ്മു സുലൈം എന്ന് പറയുണ്ടായി. ഉമ്മു സുലൈം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹതിയാണ്. ഈ ഉമ്മു സുലൈം അവരുടെ ദീനാണ് ഈ അബൂ തൽഹ എന്ന സന്തതിയും അബൂ തൽഹയ്ക്ക് ലഭിച്ച ഈ സമ്മാനങ്ങളും ഇവരുടെ ദീനീ നിഷ്ഠയാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്. അതെന്താ വിഷയം? നമുക്കറിയാം, ഉമ്മു സുലൈം അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയാണ്. അനസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസിൻ്റെ ഉമ്മയാണ് ഈ ഉമ്മു സുലൈം. ഇവരുടെ സഹോദരിയാണ് ഉമ്മു ഹറാം.
ഹറാം ബിന്ദു മൽഹാൻ. ഇത് ഉമ്മു സുലൈം ബിന്ദു മൽഹാൻ. അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മയാണ്. പക്ഷേ അനസ് റളിയല്ലാഹുവിൻ്റെ ഉപ്പ ആരല്ല? അബൂ തൽഹ അല്ല. അത് അനസ് ബിൻ മാലിക്കാണ്, മാലിക് ബിൻ നദറാണ്. ഇത് അബൂ തൽഹ അനസിൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഉമ്മു സുലൈമിനെ വിവാഹം അന്വേഷിച്ച് വന്ന മഹാനാണ് അല്ലേ. ഈ ഉമ്മു സുലൈമിനെ അബൂ തൽഹ വിവാഹം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം കാഫിറാണ്. ഉമ്മു സുലൈം മുസ്ലിമാണ്. അപ്പോൾ ഉമ്മു സുലൈമിനെ വിവാഹം അന്വേഷിച്ച് വന്നപ്പോൾ ഉമ്മു സുലൈം അബൂ തൽഹയോട് പറഞ്ഞു, യാ അബാ തൽഹ മാ മിസ്ലുക യുറദ് വലാകിന്നക റജുലുൻ കാഫിർ. അബൂ തൽഹ, നിങ്ങളെ പോലത്തെ ഒരു ആൾ അന്വേഷിച്ച് വന്നാൽ, കല്യാണം അന്വേഷിച്ച് വന്നാൽ തിരസ്കരിക്കപ്പെടാൻ പാടുള്ളതല്ല, കാരണം അത്രയും യോഗ്യനാണ്. പക്ഷേ നിങ്ങൾ കാഫിറാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് എങ്കിൽ അതായിരിക്കും എൻ്റെ മഹർ. ലാ ഉരീദ് ഗൈറുഹു, അതല്ലാതെ ഒരു മഹർ ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. ആര്? ഉമ്മു സുലൈം. അങ്ങനെ അബൂ തൽഹ ഇസ്ലാം ആശ്ലേഷിച്ചു. ആ ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ചിട്ട് ഉമ്മു സുലൈം അബൂ തൽഹ ഇവരുടെ വലൈഹിസ്സലാം വിവാഹം നടക്കാനുണ്ടായത്. ഖലാസ്. ഈ ഉമ്മു സുലൈം അബൂ തൽഹ ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായി, അബൂ ഉമൈർ എന്ന് പറയുന്ന കുട്ടി. ചരിത്രത്തിൽ ഇങ്ങനെയാണ് ഈ പേര്, അബൂ ഉമൈർ. ഏതായാലും അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികൾക്കുണ്ടായ കുട്ടി അനസിൻ്റെ സഹോദരൻ, അനസിൻ്റെ ഉമ്മത്തെ സഹോദരനാണ് ഈ കുട്ടി. ആ കുട്ടി ദീനത്തിലായി, അസുഖത്തിലായപ്പോൾ പിന്നെ അതിൽ വലിയ വിഷമമുണ്ടായി ദമ്പതികൾക്ക്. ഒരു ദിവസം കുട്ടി മരണപ്പെട്ട് അബൂ തൽഹ സ്ഥലത്തുണ്ടായില്ല. അപ്പോൾ അബൂ തൽഹയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കുട്ടിയോട്. അപ്പോൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വരുമ്പോൾ ചോദിക്കും, കുട്ടിക്ക് എന്താണ്, കുട്ടീൻ്റെ അവസ്ഥയൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ ഉമ്മു സുലൈം ഇതാദ്യം മനസ്സിലാക്കി. ഉമ്മു സുലൈമിൻ്റെയും കൂടി കുട്ടിയാണ് ഈ മരണപ്പെട്ടത്. ഉമ്മു സുലൈം ആളുകളോട് പറഞ്ഞ്, കുട്ടി മരണപ്പെട്ട വിവരം നിങ്ങൾ അബൂ തൽഹയോട് പറയരുത്. അത് ഞാൻ ഏറ്റെടുത്ത്, ഞാൻ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ പറയാനേ പാടില്ല അബൂ തൽഹയോട്, ഞാൻ ഏറ്റെടുത്ത ആ വിഷയം ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആരും മിണ്ടിയില്ല. അബൂ തൽഹ വന്നപ്പോൾ ഉമ്മു സുലൈമിനോട് ചോദിച്ചു, നമ്മുടെ സബി എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, അബാ തൽഹ ഹദഅത് ബിഹി നഫ്സുഹു, കുട്ടി വളരെ ശാന്തമാണ്. ഇർതാഹ്, കുട്ടി ഇപ്പം വിശ്രമിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ കുട്ടി മുമ്പുള്ളതിനേക്കാൾ ഇപ്പോൾ സുരക്ഷിതമാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ കുട്ടി മരണപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ അബൂ തൽഹയെ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാതെ, അങ്ങോട്ട് കൊണ്ടുപോകാതെ ഉമ്മു തൽഹ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടി ശാന്താണ്, കിടക്കുകയാണ്, ഇപ്പോൾ വിശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാൽ ഇനി കുട്ടീനെ ഇടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഹദീസിൽ കാണാം, തസന്നഅത് ബിഹി എന്നാണ്. അബൂ തൽഹയ്ക്ക് വേണ്ടി ഉമ്മു സുലൈം തസന്നഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രത്യേക അന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ളതായ ഒരു കൃത്രിമ ഭാവം നടിച്ചു. അങ്ങനെ ഉമ്മു സുലൈം അബൂ തൽഹയ്ക്ക് ഭക്ഷണം നൽകി. മാത്രമല്ല, അന്ന് അവർ അബൂ തൽഹയുമായിട്ട് എന്ത് ചെയ്തു, കിടപ്പറ വരെ പങ്കിട്ടു. അത്രയും അബൂ തൽഹയ്ക്ക് ആശ്വാസം നൽകി. അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഒക്കെ മാനസികമായി ശാരീരികമായി ഉമ്മു സുലൈം നൽകി. എന്നിട്ട് പിന്നെ ഇനി മരണവാർത്ത അവതരിപ്പിക്കണം. അത് എപ്പോഴാണ്? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, കിടപ്പറ അവർ പങ്കിട്ടതിന് ശേഷം, ശയ്യാസഹനം നടന്നതിന് ശേഷം ഉമ്മു സുലൈം പിന്നെ അബൂ തൽഹയോട് പറയണം, അബൂ തൽഹ, നിങ്ങൾക്കൊരാൾ ഒരു ആരിയ തന്നാൽ, ആരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരവൽ സ്വത്ത്, ഒരു താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള ഒരു സ്വത്ത് തന്നാൽ നിങ്ങളത് എന്ത് ചെയ്യും? പറഞ്ഞ്, ഞാൻ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകും. അപ്പോൾ ഉമ്മു സുലൈം ചോദിക്കുകയാണ്, ത്വയ്യിബത്തൻ ബിഹാ നഫ്സക്, ആ സ്വത്ത് നിങ്ങൾ ഉപയോഗിച്ച് തിരിച്ചു നൽകുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? നല്ല മനസംതൃപ്തിയിൽ തൃപ്തിയിൽ ആണോ നൽകുക? അപ്പോൾ പിന്നെ അബൂ തൽഹ പറയുകയാണ്, ത്വയ്യിബത്തൻ ബിഹി നഫ്സി, എൻ്റെ നഫ്സ് വളരെ ത്വയ്യിബായ നിലക്കായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ, ഒരാൾ സാധനം ഉപയോഗിക്കാൻ തന്നു, അത് ഉപയോഗിച്ച് തിരിച്ചു നൽകുകയല്ലേ. അപ്പോഴാണ് പിന്നെ ഉമ്മു സുലൈം പറയുന്നത്, എങ്കിൽ നിങ്ങളുടെ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് താൽക്കാലികമായി തന്ന ആരിയത്താണ്, ആ മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന് പറയണം. നമ്മുടെ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അബൂ തൽഹ പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അദ്ദേഹം ക്ഷമിച്ചു, നന്നായി ക്ഷമിച്ചു എന്നാണ് പറയുമ്പോൾ. അബൂ തൽഹൻ്റെ മാത്രം കുട്ടിയല്ല, ആരുടെ കൂടി കുട്ടിയാണ്? ഉമ്മു സുലൈമിൻ്റെ കുട്ടിയാണ്. ഒരു കുട്ടി മരണപ്പെടുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുക? ഉമ്മക്കാണ് വേദന ഉണ്ടാകുക. അക്ഷമയാകുക ഉമ്മയാണ്. കാരണം ഉമ്മയുടെ മാറിടത്തിൽ നിന്നാണ് അതിനെ പറിച്ചെടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ഉമ്മു സുലൈം ഇങ്ങനെ ഈ വിഷയത്തിൽ വർത്തിക്കാൻ കാരണം അതെന്താണ്? അതാണ് പണ്ഡിതന്മാർ പറയുന്നത്, അവരുടെ ദീനാണ്.
അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ചുള്ള ബോധവും അറിവും ഉള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറിയത്. തൻ്റെ വേദനയെ മാറ്റിവെച്ചിട്ട് ഭർത്താവിന് വേദന വരാത്ത വിധം ആശ്വാസം മാനസികമായി ശാരീരികമായി അവർ നൽകിയിട്ട് അവർ ഈ വിധം ഈ വിഷയം അറിയിച്ചത്. നേരം വെളുത്ത് അബൂ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ തൽഹയോട് പറയുന്നത്, അറസ്തും ഫീ ലൈലത്തിക്കും ഹാദിഹി, ഈ രാത്രി നിങ്ങൾ ദമ്പതികൾ ഇണചേർന്നു എന്നാണ്. ബാറക്കല്ലാഹു ലകുമാ ഫീ ഗാബിരി ലൈലത്തിക്കുമാ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ, ഈ രാത്രിയിൽ നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ആ രാത്രിയിലെ ആ ബന്ധപ്പെടലിൽ അവർക്ക് അല്ലാഹു സമ്മാനിച്ച കുട്ടിയാണ് ആര്? ഈ അബ്ദുള്ള. ഒരു കുഞ്ഞ് മരിച്ച ആ ദിവസം ഉമ്മു സുലൈം ഇങ്ങനെ പെരുമാറിയിട്ട് അബൂ തൽഹയുമായി പ്രാപിച്ചുണ്ടായ ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് ആര്? അബ്ദുള്ള. ഇവിടെ ഈ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവരുടെ അന്ന് അബൂ തൽഹയെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ആ മഹർ, ഒരാൾക്ക് ഏതൊരു സ്ത്രീക്കും അവരുടെ മഹർ വിലപ്പെട്ടതാണ്. പക്ഷേ ആ മഹർ അവർ അബൂ തൽഹയുടെ ഇസ്ലാമാക്കിയത്. 2, ഇങ്ങനെ ഒരു രംഗം വളരെ ക്ഷമിച്ച് സഹിച്ച് ഭർത്താവിനെ കൂടി ക്ഷമയും സഹനവും ശീലിപ്പിച്ച് അഭ്യസിപ്പിച്ചിട്ടുള്ള അവരുടെ ആ ഒരു പ്രവൃത്തി, അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് ബർക്കത്തിന് വേണ്ടിയിട്ടുള്ള ആ ദുആ വന്നത് തീർന്നില്ല. ഈ കുഞ്ഞുണ്ടായ ചരിത്രമുണ്ട്. അതെന്താ? ഈ ഉമ്മു സുലൈം അബൂ തൽഹയോടൊപ്പം തദ്ദേശവാസിയായിട്ടുണ്ടാവും, യാത്രയിലുണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഒരു യുദ്ധയാത്ര നടത്തി. അപ്പോൾ അബൂ തൽഹയോടൊപ്പം ഉമ്മു സുലൈമും ഉണ്ട്. ഉമ്മു സുലൈം ഗർഭിണിയാണ്, ഈ കുഞ്ഞിന് ഗർഭിണിയാണ്. അങ്ങനെ യാത്രാ സംഘം യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുന്ന വഴിയിൽ മദീനയുടെ അടുത്ത് ഉമ്മു സുലൈമിന് പ്രസവവേദന വന്ന്, വയറ്റിൽ വേദന വന്ന്, നൊമ്പരം. അപ്പോൾ അത് അബൂ തൽഹയോട് പറഞ്ഞു. അപ്പോൾ അബൂ തൽഹ എന്ത് ചെയ്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര തുടർത്തിയില്ല. ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വഴിയിൽ നിന്ന്, കാരണം ഉമ്മു സുലൈം പ്രശ്നത്തിലാണ്. പക്ഷേ അബൂ തൽഹ പറയാണ്, അള്ളാഹുവേ, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന വിട്ട് പുറത്തു പോകുമ്പോൾ എൻ്റെ ആഗ്രഹം നബിയോടൊപ്പം മദീനയിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് മദീനയിലേക്ക് കടക്കുമ്പോൾ നബിയോടൊപ്പം കിടക്കണം എന്നുള്ളതാണ്, മദീനയിൽ പ്രവേശിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹമൊക്കെ. പക്ഷേ ഈ ഒരു യാത്രയിൽ ഈ ഒരു കേസിനാൽ ഞാൻ വിലക്കപ്പെട്ടു, തടയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു തആല. ഉമ്മു സുലൈം പറയാണ്, അബൂ തൽഹയും ഞാനും ഈ വേദനയിൽ നിൽക്കെ പെട്ടെന്ന് എൻ്റെ വേദന ശമിച്ചു. ഞാൻ പറഞ്ഞു, റസൂൽ നമുക്ക് പിന്നെ യാത്ര തുടരാം, ഇപ്പം എനിക്ക് ഒരാശ്വാസമുണ്ട്, നമുക്ക് യാത്ര തുടരാം എന്ന് പറഞ്ഞ് അങ്ങനെ യാത്രാ സംഘത്തോടൊപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മദീനയാണെന്ന് മദീനയിലെത്തിയ ഉടനെ ഞാൻ പ്രസവിച്ച്. അപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അനസിനെ വിളിച്ചിട്ട് കുഞ്ഞിനെ പൊതിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് അനസിൻ്റെ അടുത്ത് കൊടുത്തയച്ച്. അങ്ങനെ ഈ കുഞ്ഞ് പ്രസവിച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്തുകയാണ്. അപ്പോൾ അനസ് കുഞ്ഞിനായിട്ട് വരുന്ന അനുഭവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉമ്മു സുലൈം പ്രസവിച്ചോ? അങ്ങനെ കുഞ്ഞിനെ വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ള എന്ന ആദ്യം പേര് വിളിച്ച്. പിന്നെ മദീനയിലെ അജ്വാക്കാരൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ അജ്വാക്കാരൊക്കെ ചവച്ചരച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച്. അപ്പോൾ ഈ അബ്ദുള്ള അത് ഇങ്ങനെ രസത്തിൽ ഇതായിരുന്നു, പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയാണ്, പക്ഷേ എന്നാലും അത് രസത്തിൽ എന്ത് ചെയ്തു, ഇങ്ങനെ നുണഞ്ഞു എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹുബ്ബുൽ അൻസാർ, അൻസാരികൾക്ക് തമറിനോടുള്ള ഹുബ്ബാണ് ഈ കാണുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമാശ പറഞ്ഞു എന്നാണ്. ഹദീസിൽ കാണാം, അൻസാരികളിൽ ഈ അബ്ദുള്ളയോളം അഫ്ദലായ ഒരു ഷാബ്, ഒരു യുവാവ് അറിയപ്പെട്ടിട്ടില്ല. അത്ര ശ്രേഷ്ഠനായ യുവാവായിരുന്നു ഈ അബ്ദുള്ള എന്നാണ്. ഒരു യുദ്ധത്തിൽ ഈ അബ്ദുള്ള ഷഹീദാകേണ്ടത്. അദ്ദേഹം ഷഹീദാവുന്നതിന് മുമ്പ് ഉണ്ടായ മക്കളാണിത്. ഈ 10 ആൺമക്കൾ, ചില പെൺമക്കളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ 10 ആൺമക്കൾ അവരെല്ലാവരും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരുന്നു. അവരെല്ലാവരും പണ്ഡിതരായിരുന്നു. പക്ഷെ ചിലർ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, താബീങ്ങളിൽ പ്രസിദ്ധരായിട്ട് ഹദീസ് നിവേദകരായൊക്കെ ആയിട്ട് ശോഭിച്ചിട്ടുണ്ട്.